പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ വീണ്ടും തിരുവചനവുമായി ഈ സോഷ്യൽ മീഡിയയിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുവാൻ വിശ്വസ്തനെ നേടി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആമേൻ. ഒരു വർഷത്തെ അവരുടെ അതേ പഠനം, ആമേൻ, വിദ്യാഭ്യാസം, ഹല്ലേലൂയ, ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ഓർമ്മകൾ ഒക്കെ അവർക്കുണ്ട്. ഹല്ലേലൂയ. അവർ പഠിച്ച ഭാഗത്ത് നിന്ന് ആമേൻ ലഭിച്ച ക്വസ്റ്റ്യന് ആൻസർ എഴുതി ആമേൻ അവർ വെയിറ്റ് ചെയ്യുകയാണ്, അവർ കാത്തിരിക്കുകയാണ്. ആമേൻ ഒരു പ്രമോഷന് വേണ്ടി, ആമേൻ ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി, ആമേൻ പുതിയ ഒരു ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുപോലെ കാത്തിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും. വിവാഹമെന്ന് ആ വലിയ സ്വപ്നം ആമേൻ അതെ സാക്ഷാത്കരിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അല്ലേ? വിദ്യാഭ്യാസം ആമേൻ കഴിഞ്ഞ് ആമേൻ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ ടിക്കറ്റ് എടുത്ത് ആമേൻ വിദേശത്തേക്ക് പോകുവാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ പല മേഖലകളിൽ പലരും കാത്തിരിക്കുകയാണ്. ആമേൻ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ആമേൻ മുന്നേറുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കാത്തിരിപ്പാൻ, ഹല്ലേലൂയ, അതേ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ മടങ്ങവരവിന് വേണ്ടി കാത്തിരിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും ആമേൻ നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ നമ്മെ ശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ശ്രവിപ്പാൻ, ഹല്ലേലൂയ, ദൈവമൊരുക്കിയ മുഖാന്തരങ്ങൾക്കായി സന്തോഷമുള്ളവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നാം ഈ ഗാനം കേൾക്കുമ്പോൾ നിന്റെ കാത്തിരിപ്പ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. ആമേൻ. ഇന്ന് മാറ്റം ആരംഭിക്കും. ആമേൻ. കാത്തിരുന്ന നേരങ്ങൾ വെറുതെയല്ല. ആമേൻ. കണ്ണുനീരിന്റെ വിത്തുകൾ ഫലിക്കും. ആമേൻ. അതെ, ഹല്ലേലൂയ, അതെ, മൗനത്തിൽ ഇരിക്കേണ്ടി വന്നെങ്കിലും, നിന്നെ പലരും മൗനമാക്കിയെങ്കിലും, ഹല്ലേലൂയ, മൗനത്തിന് ദൈവം മറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. മറവിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, തകർന്ന സ്വപ്നങ്ങൾ ആമേൻ വീണ്ടും പൂവണിയുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ആമേൻ വലിയ പ്രതീക്ഷയോടെ ആമേൻ ഒരു ജയത്തിനു വേണ്ടി കാത്തിരിക്കാൻ പോകുകയാണ്. ആമേൻ പലരും പരീക്ഷയെ നേരിടാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാലും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കാത്തിരുന്ന നേരങ്ങൾ വെറുതെയല്ലേ, കണ്ണീരിന്റെ വിത്തുകൾ വലിക്കും തന്നെ. മൗനത്തിലെ ദൈവം മറഞ്ഞില്ലല്ലോ, മറവിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തകർന്ന സ്വപ്നങ്ങൾ ചേരും വീണ്ടും, താമസിച്ച വാതിൽ തുറക്കും നിശ്ചയം. നീ കരഞ്ഞ രാത്രി മറക്കില്ല ദൈവം, നിന്റെ പേരെ വിളിക്കുന്നു ഇന്നേ വരെ. വൈകിയത് നന്മയ്ക്കായി മാറും, വേദനകൾ സാക്ഷ്യമായി മാറും നാളെ. കൈവിടാതെ നിന്ന ദൈവം ഉണ്ടല്ലോ, കാലം മാറും അവൻ പറയുമ്പോൾ.
കാത്തിരിപ്പവസാനിക്കുന്ന നേരം കർത്താവിന്റെ സമയം എത്തിയിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. കർത്താവിന്റെ സമയം എത്തിയിരിക്കുന്നു. അതെ, നിന്റെ കാത്തിരിപ്പിന് വിരാമം വീഴുവാൻ പോകുകയാണ്. നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുവാൻ പോകുകയാണ്. നീ ആഗ്രഹിച്ച തുറമുഖത്ത് നീ എത്തുവാൻ. ഹല്ലേലൂയ. നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയായി നമ്മുടെ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവേ, ഇന്ന് പകലിൽ കാലുകളിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആകാശം മാറിയാൽ, ഭൂമി മാറിയാൽ മാറാത്ത തിരുവചനം ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയായി വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും കാത്തിരിപ്പിന് ഹല്ലേലൂയ വിരാമം കുറിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ക്ഷമിക്കട്ടെ. വചനത്തിൽ ഞങ്ങൾ ഇപ്രകാരം വായിക്കുന്നല്ലോ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിലവിളിക്കുന്ന ജനത്തിന്റെ കഷ്ടത കണ്ട്, അവരുടെ നിലവിളി കേട്ട്, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുന്ന ജനത്തിന്റെ മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ശുശ്രൂഷിക്കാൻ ശക്തിയിൽ ജനജനം കൊടുക്കുക. മുഖത്തുകളെല്ലാം അവിടത്തേക്ക് പ്രാർത്ഥന കേട്ടതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കുന്ന നന്ദി. ഇന്ന് രാത്രി കുടുംബമായി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് ഒരിക്കൽ കൂടെ മുഴു മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവരും ഇരിക്കുന്നവരും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ കൃത്യവചനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം ഫലമേൽപ്പിച്ച ദൈവവചനം ശുശ്രൂഷിച്ച പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം പലപ്പോഴും കാത്തിരിപ്പ് തന്നെയാണ്, അല്ലേ? പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. വിവാഹം നിശ്ചയിച്ച ആമേൻ പ്രിയപ്പെട്ടവർ വിവാഹ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു. ആമേൻ റിസൾട്ട് വന്നവർ ആമേൻ അടുത്ത ആമേൻ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ പാസ്പോർട്ട് ലഭിച്ചവർ ആമേൻ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ടിക്കറ്റ് എടുത്തവർ ആമേൻ ആ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ വിവിധ നിലകളിൽ അനേകര് നമുക്ക് ചുറ്റും കാത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. ആമേൻ. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ആമേൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവ് ഗംഭീരഗാനം മുഴങ്ങി മധ്യാകാശത്തിൽ വരും. ഹല്ലേലൂയ. ആ നല്ല സുദിനത്തിനായി കാത്തിരിപ്പാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി ഇരു കരങ്ങളും ചേർത്തടിച്ച നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. കേരളത്തിന്റെ ആമേൻ ചരിത്രത്തിൽ ഒരു കാത്തിരിപ്പ് വരാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയാതെ അതെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഘട്ടമെന്ന് പറയുന്നത് ആമേൻ പലപ്പോഴും കാത്തിരിപ്പ് തന്നെയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു, പക്ഷേ ഉടൻ മറുപടി ലഭിച്ചില്ല. ആമേൻ. വിശ്വസിച്ചു, ആമേൻ, പക്ഷേ ഫലമൊന്നും കാണുന്നില്ല. കരഞ്ഞു, പക്ഷേ മനസ്സിന് ആശ്വാസം കിട്ടുന്നില്ല. ആമേൻ. ഇത് ഇന്നത്തെ തലമുറയുടെ യാഥാർത്ഥ്യമാണ്. Praise the Lord. ആമേൻ. അത് ഇൻസ്റ്റന്റ് റിസൾട്ട്, ഹല്ലേലൂയ, ആമേൻ, പ്രതീക്ഷിക്കുന്ന ഒരു കാലം. ആമേൻ. ഇന്നത്തെ തലമുറ അങ്ങനെയുള്ള ഒരു റിസൾട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു ക്ലിക്കിൽ എല്ലാം കിട്ടുന്ന ലോകം. ഹല്ലേലൂയ. ആമേൻ. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇരിക്കുന്നിടത്ത് എല്ലാം എത്തുന്ന ഒരു കാലം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വൈകുന്നത് നമ്മെ തളർത്തുന്ന മനോഭാവമാണ്. ഹല്ലേലൂയ. പലരും ഓർഡർ ചെയ്തിട്ട് ആമേൻ അതെ ആ കിട്ടേണ്ട കാര്യങ്ങൾ വൈകുന്നോറും അവര് ആമേൻ അതെ ദുഃഖകരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ നമ്മെ തളർത്തുന്ന മനോഭാവമാണ്, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ രാജ്യം ആമേൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ദൈവം പറയുന്ന ഇതാണ്, കാത്തിരിപ്പ് ഒരു ശിക്ഷയല്ല. പ്രൈസ് ദി ലോർഡ്. അത് തയ്യാറെടുപ്പാണ്. ആമേൻ. വചനത്തിൽ നാം കാണുന്നത് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു വെയിറ്റിംഗ് സീസൺ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആ വെയിറ്റിംഗ് സീസണിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വെയിറ്റിംഗ് സീസൺ ഉണ്ട്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഹൃദയം മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം ശക്തമാക്കുന്നു, നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇനി നീ കാത്തിരിക്കുന്നതിൽ ദൈവം മൗനമാണെന്ന് തോന്നാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സത്യത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയരെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പലരും കാത്തിരിക്കാൻ തയ്യാറല്ല. ആമേൻ. അതുകൊണ്ടാണ് പല അനുഗ്രഹങ്ങളും ആമേൻ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ബന്ധങ്ങളിൽ തിടുക്കം കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ എല്ലാം വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ ലഭിക്കണമെന്ന് ആമേൻ അതിയായ ആഗ്രഹമുണ്ടായി. ഹല്ലേലൂയ. അവർ എന്ത് ചെയ്യുന്നു? തിടുക്കം കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ ആമേൻ ആമേൻ ചില കാര്യങ്ങൾ ആമേൻ അതെ നടക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. ആമേൻ അതെ തീരുമാനങ്ങളിൽ അതിവേഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ ജീവിതത്തിൽ ആമേൻ ക്ഷീണം. പക്ഷെ ദൈവം ഇന്ന് ഈ തലമുറയോട് വിളിച്ചു പറയുന്നത്, നീ നിൽക്കൂ, ഞാൻ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നത്, ഇന്ന് കാത്തിരിപ്പിൽ തളർന്നിരിക്കുന്നവർക്ക് ദൈവം പുതിയ അതേ ശക്തി ആമേൻ പകരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പുതിയ ശക്തിയെ നൽകുവാൻ പോകുകയാണ്. ആമേൻ. നീ വിചാരിച്ച പോലെ അല്ലെങ്കിലും ദൈവം ഒരുക്കിയിരിക്കുന്നത് അതിലേറെ മികച്ചതാണ്. ഹല്ലേലൂയ. ഈ വെയിറ്റിംഗ് സീസൺ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടും. ആമേൻ. ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്, നീ ആയിരിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ ആമേൻ ആമേൻ പറഞ്ഞ് കരമടിച്ച് ഈ ദൂത് സ്വീകരിക്കാൻ തയ്യാറായിക്കോ. നിന്റെ കണ്ണുനീർ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. ആമേൻ. ഏതൊക്കെയോ വിഷയത്തിനകത്ത് കണ്ണുനീരോടായിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. നീ ഒഴുക്കിയ കണ്ണുനീര് സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ? നിന്റെ ഭാവിക്ക് വേണ്ടിയാണോ? ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണോ? ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടിയാണോ? ഒരു ദൈവ മഹത്വത്തിന് വേണ്ടിയാണോ? ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ ഒഴുക്കിയ കണ്ണുനീർ വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. നിന്റെ ആമേൻ വൈകിപ്പ്
മഹത്വമായി മാറും. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ, ആ ലാസറിന്റെ ഭവനത്തിൽ ആമേൻ അതേ സഹോദരിമാർ വെയിറ്റ് ചെയ്തത് ആമേൻ മഹത്വം വെളിപ്പെടുവാനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി സമാന വിഷയങ്ങൾക്കകത്ത് മറുപടി കാണുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ കാത്തിരുന്ന കണ്ണിന്റെ മുമ്പിൽ, ആ കരഞ്ഞ് കലങ്ങിയ കണ്ണിന്റെ മുമ്പിൽ മഹത്വം വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. പ്രിയരെ, കാത്തിരിപ്പ് അവസാനമല്ല, അത് ദൈവത്തിന്റെ തയ്യാറെടുപ്പ് മുറിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ നീ നിരാശയോടല്ല, പ്രത്യാശയോടെ കാത്തിരിക്കൂ. ആമേൻ. പലരും കാത്തിരിക്കുന്നത് നിരാശയോടാണ്. ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ അതേ പ്രത്യാശയോടെ കാത്തിരിക്കൂ. കാരണം ദൈവം വൈകുന്നില്ല, അവൻ ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നീ നിരാശപ്പെടേണ്ട കേട്ടോ, നീ ഭാരപ്പെടേണ്ട കേട്ടോ, നീ സങ്കടപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. ദൈവം വൈകുന്നില്ല, അവൻ ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിശബ്ദമായാലും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ മൗനം തെറ്റായി കാണുന്നു, തെറ്റായി മനസ്സിലാക്കുന്നു. ആമേൻ. നമുക്ക് തോന്നുന്നതാ ദൈവം ഒന്നും ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാ ദൈവം നിശബ്ദമായാലും അവൻ ഒരിക്കലും ആമേൻ നിർജീവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 37 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ ആമേൻ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. ഹല്ലേലൂയ. അത് യോസേഫിന്റെ ആമേൻ ജീവിതമാണ്. ഹല്ലേലൂയ. അതെ, യോസേഫിന്റെ ജീവിതം നോക്കൂ. ആമേൻ കുഴിയിലേക്ക് തള്ളിക്കളഞ്ഞു, അടിമയായി വിറ്റു, അന്യദേശത്ത് അപമാനിക്കപ്പെട്ടു, ആമേൻ ഒടുവിൽ ജയിലിൽ അടച്ചു. ആമേൻ ഇവയിൽ ഒന്നിലും ദൈവം ആമേൻ തുറന്ന് സംസാരിച്ചില്ല. ഒരു പ്രവചനവുമില്ല. ആമേൻ. ഒരു അത്ഭുതവുമില്ല. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണമായ മൗനം. പക്ഷേ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൗനത്തിനുള്ളിൽ ദൈവം ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ കുഴി ആമേൻ അതെ ഹല്ലേലൂയ കൊട്ടാരമായി. ഹല്ലേലൂയ. അടിമത്തം അധികാരമായി. ഹല്ലേലൂയ. ജയിൽ ഭരണസ്ഥാനമായി. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ആ ജീവിത അനുഭവത്തിലൂടെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നീ കാണാത്തെടുത്ത് ദൈവം ആമേൻ അതെ ചിലത് ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ നമ്മൾ ഇൻസ്റ്റന്റ് ആമേൻ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ജോബ് ആമേൻ ഇല്ലെങ്കിൽ ഉടൻ നിരാശ, അല്ലെ? ജോലി ഇല്ലെങ്കിൽ ഉടൻ നിരാശയാണ്. ആമേൻ. പ്രയറിന് ഉടൻ ആൻസർ ഇല്ലെങ്കിൽ നിരാശ. ഹല്ലേലൂയ. സംശയം, അല്ലെ? പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ ഉടൻ കാണുന്നില്ലെങ്കിൽ ഹല്ലേലൂയ എന്താണ്? സംശയമാണ്. ഡിലേ വന്നാൽ, അല്ലെ, താമസം വന്നാൽ ആമേൻ ഗോഡ് ലവ് മീ ആമേൻ എന്ന ഭയം. ദൈവം എന്നെ വിട്ടു പോയി, ദൈവം എന്നെ മറന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇന്ന് പറയുന്നത് ആമേൻ നീ അനുഭവിക്കുന്ന മൗനം എന്റെ പ്രവൃത്തിയുടെ മറവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ നീ ഇപ്പോൾ ഒരു പിറ്റ് സീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആമേൻ ഒരു പാഷൻ സീസണിൽ ആമേൻ. പക്ഷേ അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ ഉയർച്ചയുടെ തുടക്കമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ആമേൻ ഞാൻ ചിലരോട് പ്രഖ്യാപിക്കുന്നു, നിന്റെ ജീവിതത്തിൽ കാണാത്ത വാതിലുകൾ ദൈവം തുറക്കുന്നു. ആമേൻ. നിന്റെ ശത്രുക്കൾ ചെയ്ത ദോഷം ദൈവം നന്മയായി മാറ്റുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വൈകിപ്പ് ആമേൻ, നിന്റെ താമസം ആമേൻ ഒരു വലിയ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. അതേ, ദൈവമെല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ആമേൻ. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് അപ്രകാരമല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കും. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പ്രിയരെ, ദൈവത്തിന്റെ മൗനം
ആമേൻ ഭയപ്പെടേണ്ട കാര്യമല്ല. അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം ആമേൻ മൗനത്തിനുള്ളിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നു. ആമേൻ നിന്നെ ഉയർത്താൻ ഹല്ലേലൂയ ഒരുക്കം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതെ, നാം കാത്തിരിപ്പിനെ കുറിച്ച് വീണ്ടും ആമേൻ ചിന്തിക്കുമ്പോൾ കാത്തിരിപ്പ് വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു. പ്രിയ ദൈവജനമേ, ആമേൻ പുതിയ നിയമസഭയ്ക്ക് ആമേൻ അതെ യാക്കോബ് അപ്പോസ്തലനിലൂടെ അതെ ദൈവം ലേഖനം നൽകിയപ്പോൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ അതെ പറയുന്നു. ഹല്ലേലൂയ. വായിച്ചാലും സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം ആമേൻ സഹിഷ്ണുത ഉളവാക്കുന്നു. ആമേൻ. ഇത് ഒരു ലളിതമായ വചനം പോലെ തോന്നാം, പക്ഷേ ഇതിൽ ഒരു ആഴമുള്ള ആത്മീയ സത്യമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുഗ്രഹം നൽകുവാൻ ആമേൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. കാരണം ആമേൻ പരീക്ഷിക്കാത്ത വിശ്വാസം സ്ഥിരതയുള്ളതല്ല. ആമേൻ. ഇന്നത്തെ ആമേൻ തലമുറ ആമേൻ ഇൻസ്റ്റന്റ് ബ്ലെസ്സിംഗ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ആഗ്രഹിക്കുന്നത്? ആമേൻ ഉടൻ ജോലി, പെട്ടെന്ന് ജോലി, പഠനം കഴിഞ്ഞു, തിടുക്കമാണ്. ആമേൻ ഞാൻ പഠിച്ചതുപോലെ ഒപ്പം എനിക്ക് ജോലി. ഹല്ലേലൂയ. ആമേൻ ഉടൻ വിജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടൻ മറുപടി. ആമേൻ. ഇന്നത്തെ തലമുറയുടെ ആമേൻ അതെ ആഗ്രഹം ഇൻസ്റ്റന്റ് ആമേൻ ബ്ലെസ്സിംഗ്. ആമേൻ ഹല്ലേലൂയ. അതെ ഇൻസ്റ്റന്റ് ബ്ലെസ്സിംഗ് ആഗ്രഹിക്കുന്നു. എന്താ? ഉടൻ ജോലി, ഉടൻ വിജയം, ഉടൻ മറുപടി. പക്ഷേ കാത്തിരിക്കാൻ ഒരുങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഡിലേ വന്നാൽ വിശ്വാസം തകരുന്നു, വിശ്വാസം ഇല്ലാതാകുന്നു, വിശ്വാസം കുലുങ്ങുന്നു, മനസ്സ് തളരുന്നു. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് കാത്തിരിപ്പ് ആമേൻ ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. ഹല്ലേലൂയ. നിന്റെ സ്വഭാവത്തെ ആമേൻ രൂപപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ നിന്നെ പണിയുകയാണ്. നിന്റെ സ്വഭാവത്തെ, നിന്റെ ജീവിതത്തെ ആമേൻ ക്യാരക്ടർ ബിൽഡിംഗ്. ആമേൻ കാത്തിരിപ്പ്. ഹല്ലേലൂയ. ആമേൻ. അതെ ഫെയ്ത്ത് സ്ട്രെങ്തിങ് ആണ്. ആമേൻ വിശ്വാസത്തിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉടനെ കിട്ടുന്ന അനുഗ്രഹം ആമേൻ പലപ്പോഴും വില കുറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കാത്ത് കിട്ടുന്ന അനുഗ്രഹം ആമേൻ ജീവിതം മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ കിട്ടുന്നെങ്കിൽ ഹല്ലേലൂയ അതിനെന്തില്ല, വിലയില്ല. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹം പലപ്പോഴും വൈകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാത്തു കിട്ടുന്ന അനുഗ്രഹം. ആമേൻ. ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ, പ്രാർത്ഥിച്ചിട്ട് ആമേൻ അതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആമേൻ. അത് വലിയ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഗ്രഹം ജീവിതം മാറ്റും. ആമേൻ. ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയാൻ ഇടയാക്കും. കാരണം എന്താ? ഞാൻ ആ വിഷയത്തിന് വേണ്ടി ഏറിയ നാളുകൾ പ്രാർത്ഥിച്ചു. ആമേൻ. ഞാൻ കാത്തിരുന്നു. ആമേൻ. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അപ്പോ കാത്തിരിപ്പിന്റെ കാലത്ത് ദൈവം നിനക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ആമേൻ ആമേൻ ഹല്ലേലൂയ പ്രിപ്പയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ നിന്റെ ക്ഷമ വളരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം ആഴമാകുന്നു. ആമേൻ ആമേൻ. നിന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ആമേൻ ഹല്ലേലൂയ പ്രോസസ് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വഴി പ്രോസസ്. ഹല്ലേലൂയ.
ആമേൻ. ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നതാ, നിന്റെ വെയിറ്റിംഗ് സീസൺ വെറുതെയല്ല. ആമേൻ. നിന്റെ കണ്ണുനീർ നിന്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. നിന്റെ കാത്തിരിപ്പ്, ഹല്ലേലൂയ, ആമേൻ, നിന്റെ വൈകിപ്പ്, ആമേൻ, കാലതാമസം നിന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഉടൻ കിട്ടിയതല്ല, ആമേൻ, ദൈവം തയ്യാറാക്കി നൽകിയ അനുഗ്രഹമാണ് നിന്നെ നിലനിർത്തുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഉടൻ കിട്ടിയതല്ല, ദൈവം തയ്യാറാക്കി നൽകിയ അനുഗ്രഹമാണ് നിന്നെ നിലനിർത്തുക. പ്രിയരെ, കാത്തിരിപ്പ് ഒരു തടസ്സമല്ല, അത് ആമേൻ ഒരു ആമേൻ റിഫൈനിങ് പ്രോസസ്സാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തളരരുത് പ്രിയരെ, പിന്മാറരുത്. കാരണം നിന്റെ വിശ്വാസം ഇപ്പോൾ ശക്തമാകുകയാണ്. ആമേൻ. നിന്റെ ജീവിതം ദൈവം രൂപപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശരിയായ സമയത്ത് ദൈവം പ്രവർത്തിക്കും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ആമേൻ പറയും? നന്ദി കർത്താവേ. പരിശുദ്ധനേ. ഹല്ലേലൂയ. സഭാപ്രസംഗി 3:11 വായിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഓ നന്ദി കർത്താവേ. ശരിയായ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ആമേൻ. 3:11. ഹല്ലേലൂയ. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അവനെല്ലാം തന്റെ സമയത്ത് സുന്ദരമാക്കുന്നു. അതതിന്റെ സമയത്ത് ചെയ്തു. ഒന്നുകൂടെ. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ സാരമിതാണ്. ആമേൻ. ദൈവം വൈകുന്നില്ല, അവൻ ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പലപ്പോഴും ഡിലേ കണ്ടാൽ ഭയപ്പെടുന്നു. ആമേൻ. അല്ലേ? ഇന്ന് രാത്രിയിലും ഭയപ്പെടുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, നിരാശപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ആകുലപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? ഹല്ലേലൂയ. ദൈവം എന്നെ മറന്നോ? ഇതെനിക്കുള്ളതല്ലേ? പക്ഷെ ദൈവം ഇന്ന് നമ്മോട് പറയുന്നതാ, വൈകുന്നത് നിരാകരണമല്ല. ഡിലേ ഡിവൈൻ പ്രിപ്പറേഷനാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ടൈമിംഗ് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, കരിയർ വേഗത്തിൽ സെറ്റിൽ ആകണം. ആമേൻ. അതെ, റിലേഷൻഷിപ്പ് ഉടൻ ഫിക്സ് ആകണം. ഹല്ലേലൂയ. അതെ, പ്രയറിന് ഉടൻ ആൻസർ വേണം. പക്ഷെ ദൈവത്തിന്റെ സമയം മനുഷ്യന്റെ സമയത്തോട് ഒത്തുപോകില്ല. കാരണം ദൈവം ഫലം മാത്രം നോക്കുന്നവനല്ല. ആമേൻ. അത് ഹല്ലേലൂയ ലഭിക്കുന്ന സമയവും പെർഫെക്റ്റ് ആക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ വിത്ത് നട്ടാൽ ഉടൻ ഫലം കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മള് ആമേൻ നെൽകൃഷി ചെയ്യുന്നവരാണ്, അല്ലേ? നെൽവിത്ത് വിതച്ചിട്ട് ആമേൻ അടുത്ത ദിവസം പോയി വിളവെടുക്കാൻ നോക്കിയാൽ നടക്കുമോ? ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരികയാണ്. അവൻ ഒരു ചെടി നട്ടു വെച്ചിട്ട് അത് കിളുത്തോ എന്ന് നോക്കാൻ അടുത്ത ദിവസം പോയി പറിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ആമേൻ. ഹല്ലേലൂയ. സമയം വേണം. ആമേൻ. എന്തിനാ? വളർച്ച. ആമേൻ. വളർച്ച വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമയം വേണം, വളർച്ച വേണം, പോരാ പക്വത വേണം. ഹല്ലേലൂയ. കല്യാണം കഴിക്കണം, മക്കളുണ്ടാകണം,
ജീവിക്കണം, ഹല്ലേലൂയ, ജോലി വേണം. ഇതൊക്കെ ആമേൻ ഒരു സിസ്റ്റമാണ്, ഹല്ലേലൂയ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ. ഇതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്, ഹല്ലേലൂയ. തിടുക്കം കാട്ടി പലരും പലതും ചെയ്തിട്ട് അവസാനം കുഴയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിത്ത് നട്ടാൽ ആമേൻ ഉടൻ ഫലം കിട്ടുമോ? ആമേൻ, ഹല്ലേലൂയ. സമയം വേണം, വളർച്ച വേണം, പക്വത വേണം. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും. ആമേൻ, നീ ഇന്ന് അനുഭവിക്കുന്ന ഡിലേ നിന്റെ ജീവിതത്തിൽ വലിയൊരു ബ്യൂട്ടി സൃഷ്ടിക്കാനുള്ള ആമേൻ പ്രിപ്പറേഷൻ ആണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ആമേൻ. ശരിയായ സമയം വന്നാൽ ദൈവം തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കാൻ കഴിയില്ല. ആമേൻ, ഹല്ലേലൂയ. അതെ, ദൈവം നൽകുന്ന അനുഗ്രഹം നിനക്ക് നഷ്ടപ്പെടില്ല. പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ ജീവിതത്തിലെ ഡിലേ ദൈവം ഡിവൈൻ ടൈം ആക്കി മാറ്റുന്നു. ഹല്ലേലൂയ. നീ കാത്തിരുന്ന വാതിൽ ശരിയായ സമയത്ത് തുറക്കപ്പെടും. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവം സുന്ദരമായ ഒരു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ടേൺ റൗണ്ട് കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, വൈകുന്നത് കണ്ട് നിരാശരാകരുത്. ആമേൻ. ദൈവത്തിന്റെ സമയം തെറ്റില്ല. ആമേൻ. അവന്റെ പദ്ധതി പാടില്ല. കാരണം നിന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിരിക്കുന്നത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ദൈവത്തിന്റെ കൈകൊണ്ടാണ്, ഹല്ലേലൂയ, പ്രവർത്തിക്കുന്നത്. പ്രവചന ആമേൻ നിവർത്തിക്കായി കാത്തിരിക്കുന്നവർ ദൈവത്തിന്റെ വാക്ക്. പ്രിയ ദൈവജനമേ, ഇന്ന് കാത്തിരിപ്പിൽ തളർന്നിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവം വ്യക്തമായി സംസാരിക്കുന്നു. സങ്കീർത്തനം 56:8. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെടുകയാണ്. ആമേൻ. വായിച്ചാൽ നീ എന്റെ ഉഴച്ചിലുകൾ എണ്ണുന്നു, നീ എന്റെ ഉഴച്ചിലുകൾ എണ്ണുന്നു, ഉഴച്ചിലുകൾ എണ്ണുന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? എന്റെ കണ്ണീർ നീ നിന്റെ കലത്തിൽ ശേഖരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നീ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികൾ, ആരും അറിയാത്ത വേദനകൾ, നീ മിണ്ടാതിരുന്ന ആമേൻ, ഹല്ലേലൂയ, നീ സങ്കടത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, ഒന്നും ദൈവത്തിന് മറവായിരുന്നില്ല. ഒന്നും ദൈവം മറന്നിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കണ്ണുനീരിന്റെ പ്രവാചകനായ ആമേൻ യിരെമ്യാവിലൂടെ ആമേൻ രേഖപ്പെടുത്തിയത് 29-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ കേൾക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന ദൈവം വേറെ ഏതുണ്ടോ? ഇങ്ങനെ കേൾക്കുന്ന വേറൊരു ദൈവമുണ്ടോ? ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ട. ഹല്ലേലൂയ. നിനക്ക് ആമേൻ ഇഷ്ടമുള്ള മറുപടിയല്ല, നിന്റെ പ്രാർത്ഥന കേട്ട സ്വർഗത്തിലെ ദൈവം. ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ള മറുപടി. ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. പക്ഷെ പ്രാർത്ഥിച്ച നിനക്ക് തോന്നിയത് മറുപടിയില്ല. പക്ഷെ സ്വർഗത്തിൽ മൗനമില്ലായിരുന്നു. ആമേൻ. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്നത്തെ തലമുറ പലപ്പോഴും തളരുന്നത് ഉടൻ ഫലം കാണാത്തതിനാലാണ്. ആമേൻ. ഡിലേ വന്നാൽ ഗിവ് അപ്പ്. ഹല്ലേലൂയ. സൈലൻസ് വന്നാൽ ഡബിൾ. പക്ഷെ ഇന്ന് ദൈവം വിളിച്ചു പറയുന്നത്, ഹോൾഡ് ഓൺ, ഞാൻ ഇനിയും തീർന്നിട്ടില്ല. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം.
ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. പ്രിയരേ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല. ദർശനം നിശ്ചിത സമയത്തേക്ക് വൈകുന്നത് പോലെ തോന്നിയാൽ കാത്തിരിക്കൂ. ദൈവം പറയുന്നു, നിന്റെ സമയം വരുന്നു. Praise the Lord. Hallelujah. നീ കാത്തിരുന്ന വാതിലുകൾ തുറക്കപ്പെടും. നീ കരഞ്ഞ സ്ഥലത്ത് സന്തോഷം പൊട്ടി പുറപ്പെടും. നീ നഷ്ടപ്പെട്ടത് ദൈവം ഇരട്ടിയായി അതേ തിരികെ നൽകും. Praise the Lord. Hallelujah. ഈ സീസൺ നിന്റെ അവസാനമല്ല, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. Hallelujah. ഇന്നു മുതൽ നീ വെയിറ്റിംഗിൽ അല്ല, അതേ ഷിഫ്റ്റിംഗിൽ ആണ്. Hallelujah. ആമേൻ. സ്വർഗത്തിൽ നിന്നുള്ള മാറ്റം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം. Hallelujah. അതേ പ്രിയരെ, നിന്റെ സമയം ആരംഭിക്കുന്നു. പ്രിയരെ, വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കൂ. കാരണം ഇന്ന് ദൈവം നിന്റെ കഥ തിരിച്ചെഴുതുവാൻ ആരംഭിക്കുന്നു. കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാണ് കണ്ണുകളോട് അടച്ചു. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ സമയത്ത് കാത്തിരിപ്പിൽ തളർന്നിരിക്കുന്ന നിന്റെ മക്കളെ ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കാത്തിരിപ്പ് അവരെ തളർത്തിയിടങ്ങളിൽ അവിടുത്തെ ശക്തി അവരെ പുതുക്കണമേ. നിരാശയുടെ ഇരുളിൽ നിൽക്കുന്നവർക്ക് ഒരു പുതിയ പ്രത്യാശയുടെ വെളിച്ചം അവിടുന്ന് തെളിയിക്കണമേ. പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാത്തവർക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ വ്യക്തമായ ഉറപ്പ് പ്രാപിപ്പാനിടയാകത്തക്ക വിധത്തിൽ അവിടുന്ന് വ്യക്തമായി ഇടപെടണമേ. അവിടുത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാവ് 41:10. ആമേൻ. ഹല്ലേലൂയ. Thank you Lord Jesus. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയരേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു. കർത്താവേ, ഈ വചനം ഇന്ന് ഓരോ ഹൃദയത്തിലും ജീവനോട് നിറയട്ടെ. ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കാത്തിരിപ്പ് സന്തോഷമായി മാറട്ടെ. ഇന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കേണ്ട കർത്താവേ. ഇപ്പോൾ നിമിഷത്തിൽ എനിക്ക് മതി, ഞാനിനി തളരില്ല എന്ന് തീരുമാനിക്കുന്നവർ, ദൈവത്തിന്റെ സമയത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ, നിങ്ങളുള്ള സ്ഥലത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കൂ. കർത്താവേ, എന്റെ കാത്തിരിപ്പിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ ഭയം, എന്റെ നിരാശ, എന്റെ വേദന എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ വിശ്വാസത്തോടെ നടക്കുന്നു. നീ എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇതൊരു സാധാരണ പ്രാർത്ഥനയാണ്, ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെ നടക്കുന്നു. ആമേൻ. പരീക്ഷ എഴുതി കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, വിവാഹം കഴിഞ്ഞ ദമ്പതികളോട് ഞാൻ പറയാം, ആമേൻ. അതെ, ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരോട് പറയാം, പാസ്പോർട്ട് എടുത്തിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, ഇന്റർവ്യൂവിന് വേണ്ടി അതെ കാത്തിരിക്കുന്നവരോട് പറയാം, ആമേൻ. നിന്റെ കാത്തിരിപ്പിന് മറുപടി അതെ കാണുവാൻ പോകുകയാണ്.
നീ ഒഴുക്കിയ കണ്ണുനീരിന് അതേ മഹത്വം കാണുവാൻ പോകുകയാണ്. God bless you. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ. God bless you. See you again. കാത്തിരുന്ന നേരങ്ങൾ വെറുതെയല്ലേ, കണ്ണീരിന്റെ വിത്തുകൾ വലിക്കും തന്നെ. മൗനത്തിലെ ദൈവം മറഞ്ഞില്ലല്ലോ, മറവിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തകർന്ന സ്വപ്നങ്ങൾ ചേരും വീണ്ടും. താമസിച്ച വാതിൽ തുറക്കും നിശ്ചയം. നീ കരഞ്ഞ രാത്രി മറക്കില്ല ദൈവം. നിന്റെ പേരെ വിളിക്കുന്നു ഇന്നേവരെ, വൈകിയത് നന്മയ്ക്കായി മാറും ഇന്ന്. വേദനകൾ സാക്ഷ്യമായി മാറും നാളെ. കൈവിടാതെ നിന്ന ദൈവം ഉണ്ടല്ലോ. കാലം മാറും അവൻ പറയുമ്പോൾ, ഇന്നത്തെ ദിവസം turning point. ജീവിതത്തിൽ പുതിയ അധ്യായം. കാത്തിരിപ്പ് അവസാനിക്കുന്ന നേരം, കർത്താവിന്റെ സമയം എത്തിയിരിക്കുന്നു.